എൻ്റെ ജീവിതത്തിലെ ഞാൻ സ്ഥിരമായിട്ട് നേരിട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നേരിട്ടെന്ന് പറയാൻ സോഷ്യൽ മീഡിയ മുഖാന്തരവും എന്നെ നേരിട്ട് കാണുമ്പോഴൊക്കെ എന്നോടൊരു കാര്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ വിചാരിക്കുമോ ഞാൻ എവിടെന്നെങ്കിലും കരിഞ്ഞ് എഴുന്നേറ്റ് വന്നതാണ്. ഈ അടി പിടിച്ച കരിയിലല്ല കേട്ടോ, കരഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ വന്നത്. അതെ, കുറച്ച് വയ്യാന്ന് വെച്ചാൽ മഴ കണ്ടപ്പം ഒന്ന് കൊള്ളണം തോന്നി. മഴ കൊണ്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. എന്താ സംഭവിക്കുക എന്നുള്ളത് കറക്റ്റ് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ നേരിട്ട ചോദ്യം എന്താ വെച്ചാൽ, ഈ മൂക്കുത്തി ഉണ്ടല്ലോ, ഈ ഒരു മൂക്കുത്തി, ഈ മൂക്ക് കുത്തിയ സമയത്ത് ഇതിനെന്തോ ഒരു പേര് പറയലുണ്ട്. എന്താന്ന് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. കുത്താൻ ഞാൻ കുത്തിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേരെന്താന്ന് കറക്റ്റ് സത്യം പറയാച്ചാൽ ഇപ്പം എനിക്കറിയില്ല. എന്താണെന്നാ പറഞ്ഞു തരേണ്ടിയെന്ന്. അപ്പോൾ ഈ മൂക്ക് കുത്തിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ 2 കമൻറ്റുകളാണ് വന്നത്. അല്ലേ, എന്നെ നേരിട്ട് കാണുന്നവരൊക്കെ ഒരൊറ്റ കാര്യമാണ് ചോദിച്ചത്. ആ 2 കാര്യത്തിനെ പറ്റിയും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ വന്ന്. സോഷ്യൽ മീഡിയയിൽ വന്ന ആദ്യത്തെ കമൻറ്റ്, പോത്തിനൊക്കെ ആണല്ലോ ഇതുപോലെ മൂക്ക് കുത്തുക, നിനക്ക് മൂക്ക് കുത്തിയ നന്നാക്കിയെന്ന്. അതെ, ഞാനൊക്കെ പണ്ട് കാലത്ത് കണ്ടുവന്നത് പോത്തിനൊക്കെ കുത്തിക്കേണ്ട തന്നെയാണ്. മനുഷ്യന്മാർ കുത്തിയിട്ട് ഈ അടുത്ത കാലത്താണ് ഇത് ഞാൻ കണ്ടു തുടങ്ങിയത്. ഈ അടുത്ത കാലത്താണ് കണ്ടു തുടങ്ങിയതെന്ന് പറയാനില്ല. പഴയകാല ദേവി ഫോട്ടോകളിലൊക്കെ കാണാം 2 മൂക്കും ഈ ഒരു ഭാഗത്തും കുത്തിയിരിക്കുന്നത്. ട്രെൻഡി ആയി തുടങ്ങിയത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുത്തണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് വീട്ടിൽ പെർമിഷൻ ഇല്ല മൂക്ക് കുത്താൻ. ഇപ്പോഴും എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചോദിക്കും, ഏത് ഭർത്താവായാലും ഇപ്പം എന്നോട് പറയും, ജെസ്സി ആ മൂക്കിലുള്ളതൊന്നും ഊരിക്കളയോന്ന് ചോദിക്കും. അപ്പോൾ ഈ മൂക്ക് കുത്തിയത് കറക്റ്റ് പറയാ വെച്ചാൽ 1 വർഷം ആവുന്നേ ഉള്ളൂ. എൻ്റെ ഹൗസ് വാമിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മൂക്ക് കുത്തിയത്. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് നിങ്ങൾ കേട്ടില്ലേ. ഇനി 2ാമത്തെ കമൻറ്റാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കമൻറ്റും. ഇപ്പം ഞാനതിന് മറുപടി കൊടുക്കണം എന്നുള്ള ഒരു തോന്നലും എനിക്ക് വന്നത്. എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ്, നീ ജലദോഷം പിടിച്ചാൽ എന്താക്കുവടേ എന്നായിരുന്നു. ഇതേ സെയിം കാര്യം തന്നെ പലരും നേരിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നീ ജലദോഷം പിടിച്ചാൽ എന്താ ചെയ്യുക, നിനക്കെങ്ങനെ മൂക്ക് പിടിക്കാൻ പറ്റുകയാണ്. അന്ന് അഹങ്കാരത്തോടു കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജലദോഷം പിടിക്കുമ്പല്ലേ അപ്പം നോക്കാം. മൂക്കിൽ മൂക്കുത്തി കുത്തിയിട്ട് 1 വർഷമാകുക, ആദ്യമായിട്ടാണ് ജലദോഷം പിടിക്കുന്നത്. ഇപ്പം മനസ്സിലായടേ, ജലദോഷം വന്നാൽ എന്താ ചെയ്യാന്ന്. പിടിക്കാനും കഴിയില്ല. എൻ്റെ പോറ്റു മക്കളെ, നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യത്തിന് ഇപ്പം എനിക്കൊരു ഉത്തരം തരണമെന്നുണ്ട്. എന്താ ചെയ്യാന്നുള്ളത് ഒഴിവില്ല പിടിക്കാൻ. എന്നോട് ഒത്തിരി ആൾക്കാർ നേരിട്ട് കാണുമ്പോൾ പലരും മൂക്ക് കുത്തിയത് ഭംഗിയുണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി കണ്ണൂലൊക്കെ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭംഗിയുണ്ട് എന്ന് പറഞ്ഞതിനേക്കാട്ടിലും ഉപരി എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ ജലദോഷം പിടിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെയും മൂക്കുത്തിയുണ്ട്, ഇവിടുത്തെ മൂക്കുത്തി ഞാൻ ഒന്ന് മാറ്റി കിട്ടോ. എപ്പോഴും ഒന്നെന്നെ ഇട്ടിട്ട് നടന്നിട്ട് ആർക്കായാലും ബോറടിക്കൂലേ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് മാറ്റിക്കളയാന്ന് കരുതി ഇത് മാറ്റിക്കളഞ്ഞു. അപ്പോൾ 1 വർഷമായി മൂക്ക് കുത്തിയിട്ട്. ഇപ്പോഴാണ് ജലദോഷം പിടിക്കുന്നത്.
ഇപ്പോഴാണ് എല്ലാവരും കുത്തി കുത്തി ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി എനിക്കിപ്പോൾ തരാൻ പറ്റുന്നത്. ഒരൊഴിവുമില്ലടേ, മൂക്ക് പിടിക്കാനും ഒഴിവില്ല. ഈ മറ്റേ ഏതൊരു സിനിമയിൽ പിന്നെ ദിലീപ് ഉണ്ടല്ലോ, ഫ്ലൈറ്റിൻ്റെ അകത്ത് ഓളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നത്, മൂക്കിലേക്ക് കയറ്റി വെച്ചത്, അതേപോലെ കയറ്റി വെക്കേണ്ട അവസ്ഥയാണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുക, ഇവരൊക്കെ എന്നോട് ചോദിച്ച ചോദ്യം അന്ന് എനിക്ക് പൊരുൾ മനസ്സിലായില്ലായോ, ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ ചെയ്യുക എന്നുള്ളത്. ഭയങ്കര ടാസ്ക്കാണ്. ദൂരെ എറിഞ്ഞാലോ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ അന്ന് സഹിച്ച വേദന വിചാരിച്ചപ്പോൾ വേണ്ട, അവിടെ നിന്ന് നോക്കട്ടെ, ഡോക്ടറെ കാണിച്ച്. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ബാപ്പ ഒരു ഡ്രൈവറായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നിന്നില്ല, അപ്പോഴത്തെ കാലത്താണെങ്കിലൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരുടെയൊക്കെ കുടുംബം അന്നന്ന് കഴിഞ്ഞു പോവുക ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നാൽ ഡോക്ടറെ കാണിക്കാൻ പോലുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം എന്താ പറയുക, വാപ്പൊരു ഡ്രൈവറാണ്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. കടവും കടപ്പാടും കൂട്ടത്തിലൊരു കുറിപ്പാടും എന്ന് പറഞ്ഞതിൻ്റെ അതിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരു വയ്യായ്ക വന്നതെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ വാപ്പാക്ക് ഡോക്ടറെ കാണിക്കാനുള്ള ഒരവസ്ഥയില്ല. വാപ്പാൻ ഒരിക്കലും ഞങ്ങൾ ആരും കുറ്റം പറയുള്ളൂ കേട്ടോ. വാപ്പാടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഹെവി എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹെവി എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ട് ഹെവി എടുക്കാൻ പോയിട്ട് ആ സമയത്ത് പണ്ടത്തെ ബസ്സാണ്, സ്റ്റിയറിങ്ങിന് പ്ലേ കൂടുതലുള്ള. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചപ്പോഴേക്ക് കൈയിൻ്റെ പടല, ഒരു വേദന. അന്ന് ഞാൻ എൻ്റെ വാപ്പാനോട് പോയി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്ങനെയാണ് ഞങ്ങളെ പോറ്റിയെന്നുള്ളത് ഇന്നെനിക്ക് മനസ്സിലായിന്ന്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ വാപ്പാക്കൊരു തണലാവാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ കേട്ടോ. കുറേയൊക്കെ എനിക്കത് സാധിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്, ബാക്കിയോട് സാധിപ്പിച്ചെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കാലത്തൊക്കെ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ അത്രയും വയ്യാണ്ടായാലൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കുള്ളൂ. പക്ഷേ ഞാൻ ഈ ചിത്രരംഗത്തേക്ക് വന്നപ്പോൾ തൊട്ടിട്ട് പനി വന്നാലോ എന്ത് വലിയ അസുഖം വന്നാലും ചിലപ്പോൾ ഞാൻ 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കും മാറുമെന്നറിയാൻ. പക്ഷേ ജലദോഷം വന്നാൽ സ്പോട്ടിന് ഞാൻ കൊണ്ടുവച്ച് കാണിക്കും. എന്താ വെച്ചാൽ എനിക്ക് വരയ്ക്കുമ്പോൾ കുനിഞ്ഞ് നിൽക്കേണ്ടതാണ്, ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. രാവിലെ ജലദോഷം പിടിച്ചു, നേരെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, ജലദോഷത്തിനുള്ള മരുന്നൊക്കെ തന്നു. വേറെ എന്തോ സഹിക്കാം, ജലദോഷം പ്രത്യേകിച്ച് മൂക്കിൽ ആ റിങ്ങിട്ടത് കൊണ്ട്. റിങ്ങിട്ടിട്ട് എനിക്ക് അങ്ങനെ വലിയ ജലദോഷമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു, അറിയില്ല, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അടിച്ചതാണ്. നല്ല സുഖമുണ്ട്. പിന്നെ കാലിൻ്റെ കാര്യം ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, നീര് പകുതി മുക്കാലും അല്ലേ ഫുള്ളായിട്ട് മാറി തന്നെ പറയാം. ഇനി നടന്നാൽ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല കേട്ടോ. മുമ്പും അങ്ങനെയായിരുന്നു, നടക്കാതെ തലയണൻ്റെ മുകളിലോ അല്ലെ ഉയരത്തിലോ കാല് കയറ്റി വെച്ചാൽ നീരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊന്ന് നടക്കുമ്പോഴേക്കും കാല് പിന്നെയും നീരെടുത്ത് അവിടെ ഒരു റെഡ് കളറിൽ ഇങ്ങോട്ടായി വരികയും ചെയ്യും. പതയ്ക്കുന്ന ചൂടുക. നടന്ന് നോക്കിയിട്ടില്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് പോകുന്നതിന് ശേഷം നടന്ന് നോക്കിയാലേ അവസ്ഥ അറിയുള്ളൂ കേട്ടോ. പക്ഷേ മെഡിക്കൽ കോളേജ് എന്നും മെഡിക്കൽ കോളേജ് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഇത് പറ്റിയിട്ട് ആ സ്പെഷ്യാലിറ്റി തൊട്ടിട്ട് പിന്നെ കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, സാധാരണ കൊയിലാണ്ടി ഹോസ്പിറ്റൽ,
പൂനൂര് അല്ല താമരശ്ശേരി മെഡിക്കൽ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജ് കാണിച്ച് കുറച്ച് സ്ട്രോങ് ഉള്ളതാണ് ആൻറ്റിബയോട്ടിക്. കുടിച്ചാൽ പിന്നെ എൻ്റെ പൊന്നോ വയറ്റുന്നാണോ കാളുക നെഞ്ചത്തുനിന്നാണോ കാളുക എന്നൊന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഗുളികയാണ്. പക്ഷെ നല്ല ഭേദമുണ്ട്. ഇനി നടന്ന് നോക്കിയാൽ അറിയാം. അപ്പം ഞാൻ വിചാരിച്ച് ഡെയിലി കുറച്ച് സമയം ഇറങ്ങി നടന്ന് നോക്കണം, എന്താ അവസ്ഥ എന്നുള്ളത് അറിയണമല്ലോ. മാറി കിട്ടിയാൽ മാറി. ഏതായാലും കാലില്ലാത്ത ആൾക്കാർ കാലുള്ളവനെ കളിയാക്കാൻ വന്ന വല്ലാത്തൊരവസ്ഥ. അതിപ്പോഴും ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ തെറിബീബിക്ക് എന്നോടുള്ള ദേഷ്യം എന്താന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിടാന്ന് പറഞ്ഞിട്ട് അപ്പേക്കാ ജലദോഷം പിടിച്ചതും ജലദോഷം ഒന്ന് മാറിക്കാളുടെ. അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരു ക്ലൂ ഞാൻ തരാം. പെണ്ണുമുള്ള എന്നെ കൊണ്ട് അമ്മായിയമ്മേനെ വിളിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഡീറ്റെയിലൊക്കെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് മനസ്സിലാവുന്നു. ജലദോഷം പിടിച്ച എന്താ ചെയ്യുക? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി ആര് ചോദിച്ചാലും ഞാൻ പറയും ജലദോഷം പിടിച്ചാൽ എന്താ ചെയ്യാന്ന്. അപ്പോൾ ഓക്കെ, ബൈ. ഫോണ് കുറച്ച് ലോഗിലാണ് വെച്ചത്, അതുകൊണ്ട് കൈ നീട്ടല്ലാതെ ഒഴിവില്ല. ഓക്കെ, ബൈ.